അസ്സലാമു അലൈക്കും പിള്ളേരെ. ഇപ്പം മണി 9:30 കഴിഞ്ഞു. ഞാൻ 3-4 ദിവസങ്ങളായി അടുപ്പിച്ച് ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പം ഒന്നാമത് എനിക്കിവിടെ നേരെയില്ലെന്ന് പറഞ്ഞ പണി കുറേ ഉണ്ടായിട്ടല്ല, പിന്നെ അമ്മയ്ക്ക് നമ്മുടെ സഹായം ഇല്ലാതെ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താലേ. ഞാൻ വരുമ്പോൾ അമ്മ വീൽ ചെയറിലായിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് മരുന്നും പ്രാർത്ഥനയും എല്ലാം കൊണ്ട് അമ്മ വാക്കറിലായി. വാക്കറിൽ നിന്ന് ഇന്നിപ്പോൾ 2-3 ദിവസമായിട്ട് മറ്റേ സ്റ്റിക്കില്ലേ, വടി, അതിലാണ്. അപ്പം 3 ഘട്ടങ്ങളായിട്ട് ഇപ്പം അമ്മക്ക് ഏകദേശം നടക്കാനൊരു പ്രാപ്തിയായിട്ടുണ്ട്. സ്വന്തമായിട്ട് അമ്മയ്ക്ക് നടക്കാൻ പ്രാപ്തിയായിട്ടില്ല. അപ്പം ഇവിടെ എല്ലാവർക്കും ആശങ്ക, സിജി പോയാൽ എന്ത് ചെയ്യും എന്നാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ചോദിക്കുന്നത്. ഇത്രയും ഒരു കെയറിങ് നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരാൾ, അല്ല ഞങ്ങളുടെ അമ്മയ്ക്ക് തരുന്ന ഒരാൾ ഇല്ലാതെ ആയിപ്പോയ എവിടെ നിന്ന് ഇതുപോലെ ഒരാളെ കിട്ടുമെന്നാണ് ഇവിടെ ഇവരെല്ലാവരും പരസ്പരം ചോദിക്കണത്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തിയല്ല കേട്ടാ, ഇത് ഉള്ള കാര്യമാണ്. അപ്പം എനിക്ക് പോയേ പറ്റത്തുള്ളൂ. വെച്ചാൽ എനിക്ക് പെരുന്നാളിൻ്റെ തന്നെയല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സുപ്രധാന കാര്യമായിട്ടുള്ള ഒരാവശ്യം ഉണ്ട്. പെണ്ണ് കാണലൊന്നുമല്ല കേട്ടാ, പെണ്ണ് കാണലും കല്യാണാലോചനയൊന്നുമല്ല. അത് നിങ്ങൾ ആശങ്കപ്പെടണ്ട. അതെന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ ഉള്ളു. പിന്നെ അതൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു സുപ്രധാന കാര്യം നടക്കാനിരിക്കുകയാണ് ജൂണിൽ. അപ്പം ഇൻഷാ അല്ലാഹ് പടച്ചോൻ്റെ കയ്യിൽ ഇൻഷാ അല്ലാഹ്. അപ്പം അതിനാണ് ഞാൻ കൂടുതലും പോകുന്നത്. അപ്പം ഇവിടെ ഇവർക്ക് എല്ലാവർക്കും ആശങ്കയാണ് ഞാൻ പോയാലുള്ളൊരവസ്ഥയെക്കുറിച്ച്. എനിക്കും അത് കുറച്ച് വിഷമമുണ്ട്. എന്താന്ന് വെച്ചാൽ അമ്മ നല്ലൊരു അമ്മയാണ്. ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ എന്നെ മോളേന്ന് വിളിച്ച തികക്കാത്തൊരവസ്ഥയിലാണ്. അതുപോലെ സ്വർണ്ണ ഒരു കൂടപ്പുറപ്പിൽ, ഞാനും സ്വർണ്ണ ഒരു പ്രായമാണ്, സ്വർണ്ണ അധ്യാപികയാണ്. അപ്പം എന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് സ്വർണ്ണ കാണുന്നത്. അവരുടെ വീട്ടിൽ അവർക്ക് ആഹാരം കഴിക്കാൻ വാങ്ങിക്കൊണ്ടു വന്നാലും അതിൽ നിന്ന് കുറച്ചെങ്കിലും എനിക്ക് തരാതെ അവർ കഴിക്കുകയില്ല. അത്ര നല്ലൊരു സ്നേഹമുള്ള കുടുംബമാണ്. അപ്പം പോണേൽ എനിക്കും വിഷമമുണ്ട്, പക്ഷെ എനിക്ക് പോകാതെ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചേക്കണത്. അപ്പം ഞാൻ 2-3-4-5 ദിവസമായി ലോങ് വീഡിയോ ചെയ്യാതിരുന്നിട്ട്. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് പനിയാണെന്ന്. പനി ചെറിയൊരു ന്യൂമോണിയയുടെ ഘട്ടത്തിലെത്തിയായിരുന്നു. ഇപ്പോഴും നല്ല രീതിക്ക് കുറഞ്ഞിട്ടില്ല. ഞാൻ വെളിച്ചെണ്ണ വെച്ച് തല നനച്ച് കുളിച്ചിട്ടില്ല, മേല് മാത്രം ചൂടുവെള്ളത്തിൽ കഴുകിയാണ് ഉടുപ്പൊക്കെ മാറി നിൽക്കണത്. അമ്മയെ അന്ന് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് റെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 3 ദിവസം റെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിച്ചതിന് ശേഷം കുറവില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, എക്സ്റേ എടുക്കാം. നെഞ്ചിന് നല്ല നീർവീഴ്ചയുണ്ട്. അപ്പോൾ ഒരു ചെറിയ ന്യൂമോണിയ പോലെ കാണുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പം ഞാനൊരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് ചുമ വിട്ട് മാറുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു, ശ്വാസകോശത്തിൻ്റെ അടുത്ത് പുണ്ണ് പോലെ വന്നിട്ടായിരിക്കും ഇത്താം, അതുകൊണ്ട് അതിന് മരുന്ന് വാങ്ങി കഴിക്കി. പക്ഷെ ഞാൻ അന്നേരം ഒരു കാര്യഗൗരവം കൊടുത്തില്ലായിരുന്നു. ഞാനോർത്ത് ശ്വാസകോശത്തിൻ്റെ അടുത്ത് പുണ്ണുപോലെ വരുമോയെന്നോർത്ത്. പക്ഷെ അത്
പിന്നെ നമ്മളുടെ നാട്ടിലെ ഭാഷയാണ് ഇൻഫെക്ഷൻ എന്നാണ് അതിന് ഇപ്പം വൈദ്യശാസ്ത്രം പറയണത്. അപ്പം ഞാൻ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടറും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ശ്വാസകോശത്തിൻ്റെ അടുത്തായിട്ട് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടൊരുമാനം തണുത്ത വെള്ളം കുടിക്കുമായിരുന്നു. അപ്പം തന്നെ എന്നോട് ഞങ്ങളുടെ അടുത്ത ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും സിജി, പിന്നെ അതുപോലെ തന്നെ ശ്വാസം മുട്ടലുണ്ടാകും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് ശ്വാസം മുട്ടലും ഇടക്കിടക്ക് എനിക്ക് ഇവിടെ വന്നായിരുന്നു, 3-4 വട്ടം വന്നായിരുന്നു. അപ്പം എൻ്റെ ധാരണ തണുത്ത വെള്ളം കുടിച്ചിട്ടായിരിക്കും എന്നാണ്. ഇൻഫെക്ഷൻ കൂടി ആയിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതും വച്ചുകൊണ്ടാണ് ഞാൻ ഈ ജോലിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അപ്പം ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് എടുത്ത് മരുന്ന് കഴിക്കാനാണ് പറഞ്ഞത്. ഞാൻ അന്ന് വന്നതിൻ്റെ അന്ന് ഞാനൊരു പണി ഇവിടെ ചെയ്തില്ലായിരുന്നു. എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ട് പാടില്ല. അവരുടെ അമ്മയെ നോക്കാതെ ഞാനിങ്ങനെ ഭക്ഷണം അവർ വെച്ച് വിളമ്പി തന്നത് കഴിക്കാനായിട്ട് എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അവരതൊന്നും കാണിക്കാൻ പറയുകയൊന്നും ചെയ്തില്ല. 10,000 രൂപ അടുത്തായി മരുന്നിന്. ഓട്ടോയിലാണ് പോവുകയും വരികയും ചെയ്തത്. അതിനുമൊക്കെ കാശ് 10,200 രൂപ അടുത്തായി കാണണം. അപ്പം അതൊക്കെ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് എനിക്ക് അതൊക്കെ ചെയ്തു തന്നത്. പിന്നെ അവർ വെച്ച് വിളമ്പി തരാനും കൂടി ആവുമ്പോൾ അവരുടെ അമ്മയെ നോക്കാൻ വന്നിട്ട് ഞാനിങ്ങനെ അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിക്കണതെന്ന് ഓർത്തിട്ട് എനിക്ക് ചമ്മൽ കൊണ്ട് പാടില്ലായിരുന്നു. ഞാൻ അന്നാ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞുകൂടിയത് എങ്ങനെയാണെന്ന് ഓർത്താൽ എനിക്ക് തന്നെ അറിയാൻ പാടുള്ളൂ. ഭയങ്കര ടെൻഷനും, ഞാനെന്തോ ഒരു ഉറുമ്പിനെ പോലെ ചെറുതായി പോകും പോലുള്ള ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം തൊട്ട് ഇച്ചിരിച്ച് പണിയൊക്കെ ചെയ്ത് പിന്നെ പിറ്റേ ദിവസം വേദന കൊണ്ട് വയ്യായിരുന്നു, നടുവൊക്കെ വേദന കൊണ്ട് വയ്യായിരുന്നു. എന്നാലും ഞാൻ പടച്ചോനെ പ്രാർത്ഥിച്ച് ദുആ ചെയ്തുകൊണ്ട് പണിയിലേക്ക് ഇറങ്ങി. കുറച്ച് നേരത്തേക്ക് ഒരു 8:30-9 മണി വരെ നടുവിന് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു. ശരീരം ഷോൾഡറെല്ലാം വേദനയായിരുന്നു. എന്നാലും അതൊന്നും കാര്യമാക്കാതെ ഞാൻ വീണ്ടും പണിയെടുത്ത്. പിന്നെ ചുമയുണ്ട് ഇപ്പം എനിക്ക്. ശ്വാസം മുട്ടലൊന്നുമില്ല, എന്നാലും ചുമയുണ്ട്. ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. എനിക്ക് നല്ല ഉറക്കക്കുറവുണ്ട്. ഒന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീച്ചാട്ട് പിന്നെ ഉറങ്ങാനേ പറ്റണില്ല. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. മനസ്സിനും ശരീരത്തിനും ഒരുപാട് എല്ലാവരും കമൻറ്റിൽ പറയും വിഷമിക്കേണ്ട ഇത്താറ, പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി കാട്ടുമെന്ന് പറയുമ്പോഴും ഞാൻ എടുക്കുന്ന വഴിയെല്ലാം ഞാൻ ഇങ്ങനെ ഓരോന്നേ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ട്. എന്നെ എല്ലാ രീതിയിലും മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ തന്നെ എന്നെ പഴിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമം. എനിക്ക് ഞാൻ ആരോട് പറഞ്ഞ് എൻ്റെ സത്യാവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കും എന്നുള്ളൊരു, ആരോട് ചെന്ന് പറയണം, എങ്ങനെ ചെന്ന് പറയണമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ജീവിത കാര്യങ്ങൾ 1 മുതൽ അറിയാവുന്ന ആൾക്കാർ വരെയും നമ്മളാ ഒരു തരം കിട്ടുമ്പോൾ കുത്തുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര വിഷമം എനിക്ക്. പിന്നെ ഞാൻ ആരെ വിശ്വസിക്കും, ആരെ വിശ്വസിക്കരുത്, അല്ല ഞാൻ ആരോട് എൻ്റെ സങ്കടം പറയും, ആരെന്നെ ഒരു സമാധാനം പറഞ്ഞു തരും? കമൻറ്റിലൂടെ നമുക്ക് സമാധാനം, നമ്മുടെ പ്രേക്ഷകർ എനിക്ക് ഒരുപാട് സമാധാന വാക്കുകൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മുടേതായിട്ട് കരുതി നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കുത്തുവാക്കുകളും കുറ്റങ്ങളും പഴികളും കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദന, വിഷമം, സങ്കടം. ഒരു പുറമെ സന്തോഷം കിട്ടുമ്പോൾ മറുപുറമെ അത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അവസ്ഥ. അപ്പം എത്ര നാളിങ്ങനെ ഞാൻ ഈ വേദനയും വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും അനുഭവിക്കണം ഈ ഭൂമിയിലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇത്ര വലിയ പാപിയാണ് എന്നൊക്കെ ഞാൻ ചില സമയത്ത് ആലോചിക്കും. എന്നാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. എൻ്റെ അമ്മ മരിച്ചു പോയ ആ ഒരു കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് എനിക്കിപ്പോൾ 50 വയസ്സുണ്ട്. എൻ്റെ അമ്മ എൻ്റെ 11 വയസ്സിൽ മരിക്കണം. ഈ 39 വർഷവും ഞാൻ ഈ വിഷമഘട്ടങ്ങൾ ഇങ്ങനെ തരണം ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക്
എന്നോട് തന്നെ എനിക്ക് ഭയങ്കര അറപ്പും വെറുപ്പും തോന്നണ്. ഞാൻ ഇത്ര നീചമായ ഒരു സ്ത്രീയായി പോയല്ല എന്നൊക്കെയാണ് എനിക്കിപ്പോ ചിന്ത. നമ്മൾ ഒരു രീതിയിലും ഒരു മനുഷ്യരും നമ്മളെ 10 പേര് നമ്മളെ ഉൾക്കൊള്ളുമ്പോൾ 25 പേര് നമ്മളെ മാറ്റി നിർത്തും പോലെയുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ. ആരോട് നമ്മുടെ സങ്കടങ്ങൾ പറയണം, ആരോട് നമ്മുടെ ബുദ്ധിമുട്ട് പറയണം, ആരോട് നമ്മുടെ സന്തോഷം പങ്കുവെക്കണം എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇന്നിപ്പം ഞാൻ ഇവിടെ പണിയൊക്കെ കഴിഞ്ഞ് എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും എനിക്ക് ഒരു ഇതും തോന്നണില്ല, ചെയ്യണമെന്നൊന്നും എനിക്ക് തോന്നണില്ല. അത് കാരണം ഇന്നലെ ഇന്നും ഒന്നും എനിക്ക് കഴിയല എന്നുള്ള ചിന്ത തന്നെയാണ്. പിന്നെ അവരുടെ അമ്മയെ ഇട്ടേച്ചു മുകളിലേക്ക് വന്ന് താഴത്തെ അവരെപ്പോഴും TV ഒരുപാട് ഓളിയത്തിലാണ് വെക്കണത്. നമുക്ക് അവരുടെ വീട്ടിൽ അച്ഛനത് കണ്ടാലേ അച്ഛൻ കുറച്ച് നേരമൊക്കെ ഇരിക്കത്തുള്ളു. അപ്പോൾ താഴത്തിരുന്ന് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല. തന്നെയല്ല അവരതൊരു എക്സ്ക്യൂസ് തരുമ്പം നമ്മളത് ദുർവിനിയോഗം ചെയ്യണത് ശരിയല്ലല്ലോ. അപ്പം അത് കാരണം ഞാൻ മുകളിൽ നമസ്കരിക്കാൻ വന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ വീഡിയോയും ചെയ്യാറുള്ളത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമസ്കരിച്ചേച്ച് ഇറങ്ങി അങ്ങോട്ട് പോകും, വീഡിയോ ചെയ്യാൻ തോന്നിയല്ല. പിന്നെ ഇച്ചിരി നേരം കിട്ടിയാൽ ഞാൻ ആ നേരം കിടന്നുറങ്ങും ഉച്ചയ്ക്ക്. അങ്ങനെയൊക്കെയാണ് ഇപ്പം കാര്യങ്ങൾ പോണത്. മുൻപ് എനിക്ക് വീഡിയോ ചെയ്യാനും എടുക്കാനും ഒക്കെ നല്ല താല്പര്യമായിരുന്നു. ഇപ്പം എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും ഒരു താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു മോണിസ്റ്റേഷനൊക്കെ കഴിഞ്ഞിട്ടും ഇതാരോടാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളെ ഒരു കെയറിങ് ചെയ്യാൻ പോലും ഒരു ആളില്ലാതെ ഞാനിത് എന്നാ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വീഡിയോ പിന്നെ ചെയ്ത് യൂട്യൂബിലിട്ടാൽ മാത്രം പോരല്ല, നമ്മൾക്ക് എന്തെങ്കിലും ഒരു നേട്ടവും അതിൽ നിന്ന് കിട്ടണ്ടേ. അല്ലാതെ വെറുതെ ചുമ്മാ വീഡിയോ പിടിച്ച് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് എന്താ നമുക്ക് പിന്നെ കാര്യമുള്ളത്. അപ്പം ഇന്നിപ്പോൾ ചോറല്ല ഇവിടെ നാസ്തയാണ്. നാസ്തയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തുന്ന ഒരു വീഡിയോ മുകളിൽ പോയിരുന്ന് ചെയ്യാമെന്നോർത്ത്. അപ്പം ഞാൻ സ്വർണ്ണയോട് പറഞ്ഞ്, സ്വർണ്ണ ഞാൻ മുകളിലുണ്ടാകും, എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ സ്വർണ്ണ അനുവാദം തന്ന് ഞാൻ ഇപ്പം അവരുടെ മുകളിൽ അവരുടെ ബെഡ്റൂമിൽ വന്നിരുന്ന്, അവരുടെ ആങ്ങളയുടെ ബെഡ്റൂമാണ്. ആങ്ങളെയും കുടുംബവും ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ അവരുടെ ആങ്ങളയുടെ ബെഡ്റൂമിൽ വന്നിരുന്ന് ഞാൻ വീഡിയോ ചെയ്യുകയാണ്. അപ്പം ഇന്ന് ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും.